പുഡിംഗ് എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ കണ്ടപാടും ഞാൻ ഉണ്ടാക്കി നോക്കിയ ഒരു ചോക്ലേറ്റ് പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം, ഞാനൊരു പാത്രം തന്നെ തുടച്ച് കാലിയാക്കുന്നുണ്ട് തിന്നിട്ട്. അപ്പോൾ ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിലുള്ള 2 മിഠായിയാണ് കേട്ടോ. ഒന്ന് പണ്ട് നമുക്ക് ഗൾഫിൽ നിന്നെല്ലോ ആരെങ്കിലും വരുമ്പോൾ കൊണ്ട് തരുന്ന ആ കിഴിമിഠായില്ല, അതും ഒരു ഡയറി മിൽക്കിൻ്റെ പാക്കറ്റും ഞാൻ പൊട്ടിച്ചിട്ടിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ചോക്ലേറ്റ് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഈ മിഠായി തട്ടി കൊടുക്കുക, അതിലേക്ക് 1 ഗ്ലാസ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് 2 സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് കേട്ടോ. പിന്നെ വേണ്ടത് 1 സ്പൂണ് കൊക്കോ പൗഡർ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ഇതില്ലേ, എന്താ കോഫി പൗഡർ എടുക്കാം കേട്ടോ. എനിക്ക് കോഫി പൗഡറിൻ്റെ ടേസ്റ്റും ആ ഒരു മണം കാര്യങ്ങളൊന്നും ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊക്കോ പൗഡർ എടുത്തിട്ടുള്ളത്. കോഫി കുടിക്കാൻ എനിക്കിഷ്ടമാണ്, പക്ഷേ അതിങ്ങനത്തെ കാര്യങ്ങളിലൊന്നും വരുമ്പോൾ എനിക്ക് കോഫി പൗഡർ ഇഷ്ടമില്ല. പിന്നെ നമുക്ക് വേണ്ടത് ആ പാനിന് അടുപ്പത്തേക്ക് വെച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. ചൂടാക്കിയിട്ട് ഈ ചോക്ലേറ്റൊക്കെ നല്ലോണം മെൽറ്റാക്കിയിട്ട് അതിലിട്ടിട്ടുള്ള പൗഡറൊക്കെ നല്ലോണം മെൽറ്റായിട്ട് വരണം കേട്ടോ. അത്രയ്ക്കും നമ്മൾ അത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് നല്ലൊരു മിക്സാക്കി എടുക്കണേ. അതിനെ കുറുക്കി ഞാൻ ഏതാണ്ട് ഈ ഒരു പരുവത്തിലാക്കി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. തീ അധികം കൂട്ടി വെച്ചിട്ട് അതിന് പുകച്ച് പുറത്തേക്കൊന്നും ചാടിക്കണ്ടേ. പതുക്കനെ മെല്ലനെ സിമ്മിലിട്ട് പതുക്കനെ കുക്ക് ചെയ്ത് ഈ ഒരു പരുവാക്കി എടുത്താൽ മതി. നല്ലപോലെ കട്ടാക്കാനും പാടില്ല, എന്നാൽ നല്ല ലൂസാക്കി എടുക്കാനും പാടില്ല. എൻ്റെ ആ കിഴിമിഠായിൽ ചെറിയ തരികൾ പോലെ ഉണ്ടായതുകൊണ്ടാണ് കേട്ടോ അങ്ങനത്തെ ആ ഒരു ഇത് കാണുന്നത്. അപ്പോൾ ഞാനിത് ഒരു ഫാൻ്റെ ചോട്ടി വെച്ചിട്ട് ഇതിനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് തട്ടി കൊടുക്കാം കേട്ടോ. നിങ്ങളുണ്ടാക്കിയ മിക്സ് ഈ വീഡിയോയിൽ കാണുന്നത് പോലെയോ അല്ലെങ്കിൽ ഇതിനെക്കാട്ടിയും കൂടുതലോ കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് പാൽ ചേർത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. ഞാനും കുറച്ച് പാൽ ചേർത്തിട്ട് തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. ലേശം ചേർത്താൽ മതി, 1 സ്പൂണോ 2 സ്പൂണോ ചേർത്താൽ മതി. ഞാനെടുത്തത് ലേശം കൂടിപ്പോയിട്ട് ചെറുതായിട്ടൊന്ന് എൻ്റെ ബാറ്ററി ലൂസായിട്ടുണ്ട്, പക്ഷേ ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും ഉണ്ടായിട്ടില്ല. എന്നിട്ട് നമുക്കതിലേക്ക് കൊക്കോ പൗഡർ ഡസ്റ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എനിക്ക് ഡസ്റ്റ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് തന്നെ സത്യത്തിൽ അത് ഡസ്റ്റ് ചെയ്ത് എന്തോ ഒരു കൊള്ളായ പോലെ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ടേസ്റ്റിൽ ഒരു കോംപ്രമൈസുള്ള ഗൈസ്, ട്രസ്റ്റ് മീ, നല്ല ടേസ്റ്റാണിത്. ഞാനിത് ഉണ്ടാക്കിയ പാടും കഴിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, അതല്ലാതെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടും കഴിച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പിച്ചിട്ട് കഴിക്കുമ്പോൾ വേറെ തന്നെ ഒരു ടേസ്റ്റാണ്, പക്ഷേ ഉണ്ടാക്കിയ പാടും കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തു നോക്കാം.